ടിവിയുടെ സർഗോത്സവത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അന്യർക്ക് ഉപകാരം ചെയ്ത ദിവസം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് നിന്റെ ആയുസിനെ കൊടുത്ത് കൂട്ടുകയില്ല എന്ന് പറഞ്ഞൊരു കർമ്മയോഗി നമുക്കുണ്ടായിരുന്നു. അതെ, നമ്മുടെ വിശുദ്ധ ചാവറ അച്ഛൻ, കാലത്തിന്റെ പ്രവാചകൻ, സാമൂഹിക പരിഷ്കർത്താവ്, അരൂപിയുടെ മേലൊഴുപ്പുള്ള മനുഷ്യൻ എന്നിങ്ങനെ വിവിധ വിശേഷങ്ങളിൽ അറിയപ്പെടുന്ന വിശുദ്ധൻ. വിശുദ്ധി എന്നത് നമുക്കും സാധ്യമാണെന്ന് കേരളക്കരയെ ബോധിപ്പിച്ച യോഗീശ്വരൻ. അജ്ഞതയുടെ അന്ധകാരം അകറ്റുവാൻ പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടം വേണമെന്ന് ആഗ്രഹിച്ച ആ വിശുദ്ധന്റെ പാതകൾ പിന്തുടരുകയാണ് സെന്റ് വിൻസെന്റ് ആശ്രമം. ആശ്രമത്തോട് ചേർന്ന് അക്ഷരജ്വാല തെളിയിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വിദ്യാനികേതനം സ്ഥിതി ചെയ്യുന്നു. അതെ, ഞങ്ങളുടെ ചാവറ CMI പബ്ലിക് സ്കൂൾ. We welcome you all to watch the spectacular performances by Chavarites. ദൈവതിരുനാമത്തിന് സ്തുതിയുണ്ടായിരിക്കട്ടെ. പാല ചാവറ പബ്ലിക് സ്കൂളിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. CMI സഭയുടെ കോട്ടയം സെൻറ്റ് ജോസഫ് പ്രോവിൻസിലെ പാല സെൻറ്റ് വിൻസെൻ്റ് ആശ്രമത്തോട് അനുബന്ധിച്ചാണ് ഈ സ്കൂൾ സ്ഥാപിതമായിരിക്കുന്നത്. 1998 സ്ഥാപിതമായ ഈ സ്കൂൾ CBSE സിലബസിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 3500-ൽ അധികം കുട്ടികളും 150-ലധികം അധ്യാപകരുമായി ഒരു വലിയ വളർച്ചയുടെ വഴിയിലാണ് ഈ സ്കൂൾ ഇന്നെത്തി നിൽക്കുന്നത്. ഒത്തിരിയേറെ വിദ്യാർത്ഥികൾക്ക് അറിവിൻ്റെ വെളിച്ചം പകർന്ന് അവരെ ജീവിതത്തിൻ്റെ നേർവഴിയിലേക്ക് കടത്തിവിടുവാൻ ഈ സ്കൂളിന് ഉണ്ട് എന്നുള്ളത് വലിയ സന്തോഷത്തോടെ ചാരിതാർത്ഥ്യത്തോടെ ഞാൻ അനുസ്മരിക്കുന്നു. ഇവിടുത്തെ കുട്ടികൾ ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ സേവനമനുഷ്ഠിക്കുന്നുണ്ട്. സിവിൽ സർവീസ് പരീക്ഷകളിൽ പാസ്സായി വലിയ ഉദ്യോഗങ്ങളിൽ അവർ പ്രവർത്തിക്കുന്നു. ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, മാനേജേഴ്സ്, അങ്ങനെ വിവിധങ്ങളായ തുറകളിൽ നമ്മുടെ കുട്ടികൾ പ്രവർത്തിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷകരമായ കാര്യമാണ്. തങ്ങൾ പഠിച്ചുപോയ ഈ സ്ഥാപനത്തിലേക്ക് എപ്പോഴും തിരികെ വരാനും അവരുടെ ജൂനിയേഴ്സായിട്ടുള്ള കുട്ടികളുമായിട്ട് അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനും നമ്മുടെ കുട്ടികൾ എപ്പോഴും ശ്രദ്ധിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷകരമായ കാര്യമാണ്. പ്രത്യേകിച്ച് IIT പോലുള്ള ഉന്നതമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ അവർക്ക് ലഭിച്ച അറിവ്, അവരുടെ അനുഭവം ഇവിടെ വന്ന് അവരുടെ ജൂനിയേഴ്സിനോട് പങ്കുവയ്ക്കുവാൻ, അവർക്ക് ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ നൽകുവാൻ നമ്മുടെ കുട്ടികൾ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് എപ്പോഴും വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. നല്ല തീക്ഷ്ണതയോടുകൂടി, നല്ല അച്ചടക്കത്തോടുകൂടി പഠിക്കുന്ന ഒരു പറ്റം വിദ്യാർത്ഥികൾ ഇവിടെയുണ്ട്. ഒപ്പം നല്ല അർപ്പണബോധമുള്ള, മൂല്യബോധത്തോടുകൂടി കുട്ടികളെ പരിശീലിപ്പിക്കുന്ന ഉത്തമരായ, ശ്രേഷ്ഠരായ അധ്യാപകർ ഈ സ്ഥാപനത്തിൽ ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ച് വലിയ സന്തോഷത്തിന് കാരണമാണ്. ചാവറ പബ്ലിക് സ്കൂൾ ഞങ്ങളുടെ സ്ഥാപക പിതാവായ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് പിതാവിൻ്റെ ദർശനങ്ങളെ പിൻപറ്റിയാണ് ഈ സ്കൂൾ പുരോഗമിക്കുന്നത്, മുന്നോട്ട് പോകുന്നത്. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ വ്യക്തിപരമായും സംഘാതമായുമുള്ള വളർച്ചയും ഉന്നമനവും സാധ്യമാകൂ എന്നുള്ള ചാവറ പിതാവിൻ്റെ ഉറച്ച ബോധ്യത്തിൽ നിന്നാണ് അദ്ദേഹം പള്ളിക്ക് ഒരു പള്ളിക്കൂടം എന്ന മുദ്രാവാക്യവുമായി 19ാം നൂറ്റാണ്ടിലെ സഭയിൽ വിദ്യാഭ്യാസത്തിൻ്റെ പ്രേക്ഷിതനായി, വിദ്യാഭ്യാസത്തിൻ്റെ കാഹളവുമായി മുന്നോട്ട് വന്നത്. അതുതന്നെയാണ് ഇന്ന് നമ്മുടെ സഭ ചെയ്യുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ ഏറ്റവും മൂലമായ സംഗതിയും അതുതന്നെയാണ്. തൊടലും തീണ്ടലും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ വ്യത്യസ്തങ്ങളായ മതവിഭാഗങ്ങളിൽപ്പെട്ട കുട്ടികളെ ഒരുമിച്ചിരുത്തി ദേവഭാഷയായ സംസ്കൃതം പഠിപ്പിക്കുവാൻ ചാവറ പിതാവ് കാണിച്ച ആ വലിയ തീക്ഷ്ണത, അതിൽ പിതാവ് കാണിച്ച ഒരു വലിയ
സ്വപ്ന സദൃശ്യമായ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭാവകാത്മകമായ ദീർഘദർശിത്വം അത് തീർച്ചയായിട്ടും നമ്മുടെ കേരള സഭയ്ക്ക് മുഴുവൻ ഒരു വലിയ സംഭാവനയായി, അതിൻ്റെ പ്രചോദനമായി, പ്രേരണയായി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ കുട്ടികളുടെ ഇവിടുത്തെ പരിശീലനത്തിൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, അവരുടെ അക്കാദമിക നിലവാരം. അത് മാർക്കിൽ മാത്രമല്ല, പ്രത്യുത പഠിക്കുന്ന വിഷയങ്ങളെ ആഴത്തിൽ പഠിച്ച് അപഗ്രഥിച്ച് മനസ്സിലാക്കി പോകുവാനുള്ള ഒരു പരിശീലനം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തങ്ങളായ മത്സര പരീക്ഷകളിൽ അവർക്ക് വലിയ വിജയം നേടുവാൻ സാധിക്കുന്നുണ്ട്. IIT തുടങ്ങിയ വലിയ സ്ഥാപനങ്ങളിൽ നമ്മുടെ അനേകം കുട്ടികൾ പഠിച്ചിട്ടുണ്ട്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അവരുടെ ആ അക്കാഡമിക് നിലവാരം ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് സമൂഹത്തിന് ഒത്തിരിയേറെ സംഭാവനകൾ അവർ ജോലിക്ക് പ്രവേശിക്കുമ്പോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. വിദേശങ്ങളിൽ നമ്മുടെ കുട്ടികൾ റിസർച്ചിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒത്തിരിയേറെ കുട്ടികളുണ്ട്. ഒപ്പം വ്യക്തിത്വ വളർച്ചയിൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. കുട്ടികൾ അവരുടെ പഠനം എന്ന് പറയുന്നത് വെറും മാർക്ക്, കുറേ ഗ്രേഡ് എന്നതിനപ്പുറത്തേക്ക് തന്നെ മനസ്സിലാക്കുവാൻ, തൻ്റെ ചുറ്റുപാടുകൾ മനസ്സിലാക്കുവാൻ, തൻ്റെ സമൂഹത്തെ മനസ്സിലാക്കുവാൻ, അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാൻ, തന്നെ സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിൽ പരിശീലിപ്പിക്കുവാനുള്ള പരിശീലന പരിപാടികൾ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒപ്പം അവർക്ക് കരിയർ രംഗത്ത് ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം, ഏത് രീതിയിൽ പോകണം, എങ്ങനെ അവരുടെ കഴിവുകളെ വളർത്തിയെടുക്കണം എന്നുള്ള കാര്യങ്ങളിലും കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ പ്രധാനമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾ സമൂഹവുമായിട്ട് കുട്ടികൾക്ക് നിർബന്ധമായും ഒരു ബന്ധം വേണം. സമൂഹത്തിൻ്റെ സ്പന്ദനങ്ങൾ അവർ തിരിച്ചറിയണം എന്നുള്ള വലിയ ആഗ്രഹത്തോടു കൂടി സമൂഹവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ കുട്ടികളെ ഞങ്ങൾ ഏർപ്പെടുത്താറുണ്ട്. ഉദാഹരണമായി സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ്, അതുപോലെയുള്ള നമ്മുടെ സഭ നടത്തുന്ന, മറ്റ് വ്യക്തികൾ നടത്തുന്ന, ഗവൺമെൻറ്റുമായിട്ട് സഹകരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കുട്ടികളെ കൊണ്ടുപോകുവാനും അത് കാണുവാനും അനുഭവിക്കുവാനും അത് മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് ഇന്ന് അല്ലെങ്കിൽ നാളെ ക്രിയാത്മകമായി പ്രതികരിക്കുന്ന ഒരു സ്വഭാവ വിശേഷം വളർത്തിയെടുക്കുവാനുമുള്ള ഒരു പരിശീലനം ഞങ്ങൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. അത് ഒത്തിരിയേറെ കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നുണ്ട്. ഒപ്പം ഒരു ആത്മീയ അന്തരീക്ഷം നമ്മുടെ സ്ഥാപനത്തിൽ സൂക്ഷിക്കുവാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് എല്ലാ ദിവസവും കുർബാനയിൽ കുട്ടികൾ സംബന്ധിക്കുന്നുണ്ട്, ബോർഡിങ്ങിലുള്ള കുട്ടികൾ മിക്കവാറും എല്ലാവരും തന്നെ. ഒപ്പം അവർക്ക് എല്ലാ ദിവസവും പ്രാർത്ഥനയോടുകൂടി തുടങ്ങുവാനും പ്രാർത്ഥനയോടുകൂടി ദിവസം അവസാനിപ്പിക്കുവാനുമുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ആദ്യ വെള്ളിയാഴ്ച കുർബാനയും മറ്റു കാര്യങ്ങളുമുണ്ട്. എല്ലാ മാസവും കുമ്പസാരമുണ്ട്. എന്നും കുമ്പസാരിക്കുവാൻ പള്ളിയിൽ കുട്ടികൾക്ക് സൗകര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഒക്ടോബർ മാസത്തെ ജപമാല ആചരണം നടത്തുന്നുണ്ട്. എല്ലാ വർഷവും കുട്ടികൾക്ക് ധ്യാനം കൊടുക്കുന്നുണ്ട്. അതുപോലെ ജീസസ് യൂത്തിൻ്റെ ഒരു വലിയ ടീം ഇവിടെ കുട്ടികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആഴ്ചയിൽ 2-3 ദിവസങ്ങൾ വൈകുന്നേരം അവർ ഒരുമിച്ച് കൂടി വചനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തുകയൊക്കെ ചെയ്യുന്ന ഒരു പതിവുണ്ട്. അത് തീർച്ചയായിട്ടും ഈ ക്യാമ്പസിനെ മുഴുവൻ വളരെ ക്രിയാത്മകമായിട്ട് വളരെ പോസിറ്റീവായിട്ട് സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. തീർച്ചയായും ഇതിൻ്റെ എല്ലാം പ്രചോദനമായി ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം ഈ സ്കൂളിനെയും ഇവിടുത്തെ അധ്യാപകരെയും ഇവിടുത്തെ കുട്ടികളെയും മാതാപിതാക്കളെയും എല്ലാം പൊതിഞ്ഞു സംരക്ഷിക്കുന്നു എന്നുള്ള വലിയ ഉത്തമമായ വിശ്വാസവും ബോധ്യവും ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ സ്ഥാപക പിതാവായ ചാവറ പിതാവിൻ്റെ ആ ചൈതന്യം, പ്രേക്ഷിത ചൈതന്യം, സഭയോടൊത്ത് ചിന്തിക്കുന്ന, സഭയ്ക്കൊപ്പം നീങ്ങുന്ന ആ വലിയ പ്രേക്ഷിത ചൈതന്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ ഈ വിദ്യാദാന ശുശ്രൂഷ നടത്തിക്കൊണ്ട് പോകുവാൻ സാധിക്കുന്നു എന്നുള്ളത് ചാവറ പബ്ലിക് സ്കൂളിനെ സംബന്ധിച്ച് വലിയ കാര്യമായിട്ട് ഞങ്ങൾ കരുതുകയാണ്. അപ്പോൾ അക്കാദമിക നിലവാരം, വ്യക്തിപരമായ വളർച്ച, സമൂഹത്തോടുള്ള തുറവിയും ഇടപെടലും, ഒപ്പം ആത്മീയമായ വളർച്ചയും, ഇങ്ങനെ 3-4 കാര്യങ്ങളിൽ ഊന്നിക്കൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതിനോട് സഹകരിക്കുന്ന മാതാപിതാക്കളുടെ ഒരു വലിയ സംഘവും നമുക്കുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും വലിയ കാര്യമാണ്. അതോടൊപ്പമാണ് കലാരംഗത്തുള്ള അവരുടെ കഴിവുകളെ വളർത്തുവാൻ ഒത്തിരി നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഷാലോമിൻ്റെ ഈ പ്രോഗ്രാമിലും
ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി വാതിലുകൾ തുറന്നു കൊടുത്തത്. ഇതിനു മുമ്പും ശാലോമിൻ്റെ പരിപാടിയിൽ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഹെവൻലി മെലഡീസ് പോലെയുള്ള പരിപാടികൾ, ഇതുപോലെ കുട്ടികളുടെ ഈ കലോത്സവം പോലെയുള്ള പരിപാടികൾ നടത്തിയിട്ടുണ്ട്. എപ്പോഴും അത് കുട്ടികൾക്ക് വലിയ ഒരു ദൈവിക ചൈതന്യത്തിന് നിദാനമാകുന്നു, ഇടയാകുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന, ഇതിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം അധ്യാപകരും ഇവിടെ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ സന്തോഷകരമായ കാര്യമാണ്. ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഈ സ്കൂളിന് ഇനിയും സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിമന്ത്രണങ്ങളോട് സഹകരിച്ചുകൊണ്ട്, സഭയുടെ ചൈതന്യത്തോട് ചേർന്നുകൊണ്ട്, CMI സഭയുടെ പ്രേക്ഷിത ചൈതന്യത്തോട് ഒരുമിച്ച് നിന്നുകൊണ്ട് സമൂഹത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ചാലകശക്തിയായി, ഒരു ലവണമായി, ഉപ്പായി ഈ സ്ഥാപനം മുന്നോട്ട് പോകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും എപ്പോഴും ഞങ്ങൾ തേടുകയും ചെയ്യുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം അവിടുത്തെ വചനങ്ങൾ നമ്മുടെ പാദങ്ങൾക്ക് വിളക്കും, നമ്മുടെ പാതകളിൽ പ്രകാശവുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ചാവറ പിതാവിൻ്റെ മാധ്യസ്ഥം തേടുന്നു. ആ പിതാവിൻ്റെ ചൈതന്യം വഴി, ആ പിതാവിൻ്റെ മാതൃക വഴി തുടർന്നും ഒത്തിരിയേറെ നന്മകൾ ചെയ്യുവാൻ, കണ്ണിൽ കണ്ട നന്മയെല്ലാം ചെയ്യുവാൻ ചാവറ പിതാവ് ഉപദേശിച്ചിട്ടുണ്ട്. നീ നന്മ ചെയ്യാത്ത ഒരു ദിവസം നിൻ്റെ ആയുസ്സിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞ ചാവറ പിതാവിൻ്റെ ആ ചൈതന്യം സ്വീകരിച്ചുകൊണ്ട് എല്ലാ ദിവസവും എപ്പോഴും എവിടെയും നന്മ ചെയ്യുന്ന ഒരു ചിന്ത വളർത്തിയെടുക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുന്നു. ദൈവതിരുമനസ്സ് നടത്തും എന്നുള്ള ചാവറ പിതാവിൻ്റെ വിശ്വാസം, അത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഈ സ്കൂളിനും ഇവിടെയുള്ള എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇതിനോട് സഹകരിക്കുന്ന എല്ലാവർക്കും, ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കും, അവരുടെ മാതാപിതാക്കൾക്കും, ഈ സമൂഹത്തിനും, ഈ നാടിനുമെല്ലാം ദൈവത്തിൻ്റെ കൃപകളുടെ വലിയ മഴ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ദൈവാനുഗ്രഹങ്ങൾ നേരുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. Music has got a lot of magical powers. Music touches emotionally when words alone can't. And so we are having Angel Shivakumar from class 12th with a mesmerizing song. Let's sit back and enjoy.
ഇരവിലും പകലിലും കണ്ടു നാഥാ നിന്നെ ഞാൻ കണ്ടു. വാഴ്ത്തിപ്പാടാം വാഴ്ത്തിപ്പാടാം യേശുവിൻ നാമത്തെ വാഴ്ത്തിപ്പാടാം. Rain opens the door to memories. ആ ഓർമ്മകൾ നമ്മുടെ ഹൃദയത്തിലുണ്ടാക്കുന്ന സംഗീതത്തിന് ഒരു സുഖമുണ്ട്. ആ സുഖത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകാനായി here comes the students of class 5, 6 and 7. Someone told me long ago there's a calm before the storm. I know it's been coming for some time. When it's over, so they say, it'll rain a sunny day. I know, shining down like water. I wanna know, have you ever seen the rain? I wanna know, have you ever seen the rain? Coming down, sunny day. Yesterday and days before, sun is cold and rain is hot. I know, been that way for all my time. But forever on it goes, through faster and faster slow. I know, it can't stop. I wonder. I wanna know, have you ever seen the rain? I wanna know, have you ever seen the rain? Coming down, sunny day. I wanna know, have you ever seen the rain? I wanna know, have you ever seen the rain? Coming down, sunny day. ജോയൽ, ഇനി നമുക്കൊരു ട്രഡീഷണൽ ഡാൻസ് പെർഫോമൻസ് ആയാലോ? Why not? ഈ ഒരു സെമി ക്ലാസിക്കൽ ഡാൻസുമായി എത്തുന്നു ദ സൂപ്പർ ഡാൻസേഴ്സ് ഓഫ് ക്ലാസ് 9. ആ
സർഗോത്സവം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച പുതിയ പ്രോഗ്രാമുമായി കണ്ടുമുട്ടാം. ഗുഡ് ബൈ.